വി ശിവൻകുട്ടി ഒരു അവതാരമാണ്. തൻ്റെ സാന്നിധ്യത്തിൽ എവിടെ എന്ത് പരിപാടി നടന്നാലും ഒരു അടയാളം ശിവൻകുട്ടി അവിടെ കുറിച്ചിടും. അത് പല വിധത്തിലാണ്. ഒന്നുകിൽ പരിപാടി കുളമാക്കിക്കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്ഷുഭിതനായി അലങ്കോലപ്പെടുത്തിക്കൊണ്ടായിരിക്കും. അതുമല്ലെങ്കിൽ അപൂർവമായി മാത്രം സംഘാടകൻ എന്ന നിലയിൽ പരിപാടി വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങും. സാഫ് ഗെയിംസിൽ ഇന്ത്യയുടെ വൻ വിജയത്തെ തുടർന്ന് ഉമ്മൻചാണ്ടിക്കൊപ്പം വേദിയിലെത്തി ശിവൻകുട്ടി നടത്തിയ പ്രകടനവും ഇത്തരത്തിലൊന്നായിരുന്നു. ഇനി പറ, ശിവൻകുട്ടി എവിടെ? അതെ, ഞാൻ അവന്റെ ചിറ്റപ്പനായതുകൊണ്ട് പറയല്ല, ശിവൻകുട്ടി വീട്ടിലില്ല. 3 ദിവസമായി ഒളപ്പമണ്ണേലുള്ള അവന്റെ വല്യച്ഛന്റെ വീട്ടില്. ശിവൻകുട്ടി അല്ലേ അത്? അതെന്നാ പറയണേ. ഒളപ്പമണ്ണേന്ന് വരുന്ന വഴിയാ, ഷോർട്ട് കട്ടാ. വല്യച്ഛന് സുഖല്ലേ? നല്ല സുഖം. സുഗ്രീവേട്ടൻ ബോംബെന്ന് വന്നു. അതെ, ദാസപ്പേട്ടൻ എന്നെ കാണാൻ വീട്ടിലേക്ക് വരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. വെറുതെ അങ്ങോട്ട് നടന്ന് ക്ഷീണിക്കണ്ടല്ലോ എന്ന് കരുതി ദാസപ്പേട്ടനെ കാണാൻ ഞാൻ ഓടി വന്നതാ. എടാ ശിവൻകുട്ടി, നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ വണ്ടി ഓടിച്ചു പഠിക്കാൻ ഈ വഴി വന്നു പോകരുതെന്ന്. ഈ വഴി അല്ലാതെ ഞാൻ എവിടെ പോയാണ് കേട്ടാ വണ്ടി ഓടിച്ചു പഠിക്കേണ്ടത്? എനിക്ക് പണ്ടേ നീ ഒരു തലവേദനയാ. ഇപ്പൊ നീ നാട്ടുകാരൻ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല. ഇവനൊന്നും ജീവിച്ചിരുന്നിട്ട് ഇനി യാതൊരു കാര്യമില്ല. വല്ല പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും വല്ല പ്രയോജനം ഉണ്ടായേനെ. പട്ടാളത്തിന് വട്ടളകി ഇനി ജീവൻ കൊണ്ട് ഓടാൻ. നേരെ ശിവൻകുട്ടിയുടെ വീട്ടിലേക്ക് വന്നാൽ എടാ പറയുന്നത് കേക്ക്. എടാ നിക്കാൻ. എടാ ഒരു കാര്യം പറഞ്ഞ നിർത്തി ശിവൻകുട്ടി. ശിവൻകുട്ടി നിർത്തടാ, പതുക്കെ പോടാ. പതുക്കെ പോടാ ശിവൻകുട്ടി. തിരിക്കടാ വണ്ടി. അതെ, ശിവൻകുട്ടിക്ക് ലോട്ടറി അടിച്ചെന്ന് സുശീലൻ പറയുന്നത് ഞാൻ കേട്ടതാ. നീ ഒറ്റൊരുത്തം കാരണം മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന എനിക്ക് മനസമാധാനത്തോടെ വഴി നടക്കാൻ പറ്റാണ്ടായി. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? ഇമാതിരി കളികൾ കാണുമ്പോൾ ആരും അതിശയിച്ചു പോകും, ഇതെന്ത് ശിവൻകുട്ടി എന്ന്. എന്തായാലും ശിവൻകുട്ടിയെ പോലെയല്ല മന്ത്രി അനൂപ് ജേക്കബ്. ജനങ്ങളുടെ ഭക്ഷ്യ സുരക്ഷയെക്കുറിച്ച് നല്ല ബോധമുള്ളയാളാണ്. അതുകൊണ്ടാണ് ജങ്ക് ഫുഡുകൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. മനുഷ്യൻ്റെ ആരോഗ്യം തകർത്തു തരിപ്പണമാക്കുന്ന ജങ്ക് ഫുഡുകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ അവയൊക്കെ കഴിച്ചുകൊണ്ടേയിരിക്കും. പൊറോട്ട, പബ്സ് എന്നൊക്കെ പറഞ്ഞ് ദിവസം 3 നേരം വെച്ച് അടിച്ച് ശാപ്പിടും. ഇന്ന് വർദ്ധിതമായി വരുന്ന രോഗങ്ങൾ, അതിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് എന്നത്. ഒരുപാട് ഘടകങ്ങളുണ്ട്, അതിലൊന്നാണ് ഞാൻ പറയുന്നത്. അപ്പം അവിടെ നമുക്ക് ഏത് നിലയിൽ നമുക്കൊരു റെസ്പോൺസിബിൾ ഈറ്റിംഗ് നമുക്കുണ്ടാവണം. മെനു പറഞ്ഞാൽ മതി, എല്ലാ മഹാലക്ഷ്മി അമ്മ രുചിയോടെ ഉണ്ടാക്കി തരും. നല്ല നാടൻ ഭക്ഷണമായിരിക്കണം. നമ്മൾ കഴിക്കുന്ന എന്നതിനെ കുറിച്ചും നമ്മൾ ഏത് രീതിയിൽ നമ്മളത് വിനിയോഗിക്കണം എന്നതിനെ കുറിച്ചും സ്വയം ഒരു ചിന്ത നമ്മുടെ തലമുറകളിലേക്ക് വരേണ്ടത് അനിവാര്യമാണ്. നാടനാണോന്നോ? ഇവിടുത്തെ നല്ല ഒരു മിനിറ്റ്. അതെ, ഈ പച്ചിലും ചാണകമൊക്കെ ഉണ്ടാക്കുന്ന വളത്തിന്റെ പേരെന്താ? ജൈവവളം. ആ വളത്തിൽ വിളയിച്ച നല്ല നാടൻ പച്ചക്കറികൾ, നാടൻ മാംസം, കറന്ന പശുവിൻ പാൽ, ഇതൊക്കെ മതിയല്ലോ. അതിന് ഞാൻ ഗ്യാരണ്ടി. ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് യാതൊരു രീതിയിലുള്ള പോഷകമൂല്യങ്ങളും ഇല്ലാത്ത ആഹാരങ്ങളെ നമുക്ക് ഈ രീതിയിൽ ക്രമീകരിക്കാൻ കഴിയും. നമുക്ക് പൊറോട്ട തൊട്ട് നമുക്ക് തുടങ്ങാൻ കഴിയും. നമ്മൾ വാങ്ങിച്ചു കഴിക്കുന്ന പപ്സോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഫുഡുകൾ, ബർഗർ പോലെ, പിസ്സ പോലെ, ഇവിടെ ചോദിച്ച കോള ഐറ്റംസ്, ഇതിലൊന്നും യാതൊരു രീതിയിലും നാരങ്ങ വെള്ളം കുടിച്ചാൽ കിട്ടുന്ന സുഖം ഒരു ബോട്ടിൽ ഡ്രിങ്ക് വാങ്ങിച്ച് കഴിച്ചാൽ കിട്ടത്തില്ല. പൊറോട്ട കഴിക്കാത്തവരായി ആരെങ്കിലും ഉണ്ടോ? കഴിക്കുന്നവർ എത്ര പേരുണ്ട്? പൊറോട്ട കഴിക്കാത്തവരായിട്ട് ആരുമില്ലാതെ 90% മുകളിൽ. ശ്രീനാഥ് ഇത് അവതരിപ്പിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അതിനെ കഴിക്കത്തില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. അനൂപ് ജേക്കബ് സംസ്ഥാനത്തെങ്ങും സ്കൂളുകളിൽ ഭക്ഷ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇത്തരം ഭക്ഷണങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി വരികയാണ്. മാജിക് സംഘടിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, നല്ല ഭക്ഷണത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കാൻ മന്ത്രി തന്നെ മാജിക് അവതരിപ്പിക്കുകയും ചെയ്യുന്നു.
ഇത്ര വൃത്തികെട്ട ഒരാഹാരം ഇന്ന് ഭൂമിയിലില്ല. കാരണം രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഭക്ഷ്യരൂക്ഷത സംഭവിച്ചപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്ത ഒരു ജങ്ക് ഫുഡിൽ വരുന്ന ഒന്നാണ് മൈദാമാവ് അല്ലെ പൊറോട്ട ഉണ്ടാക്കുന്നത്. ഇതിൽ യാതൊരുവിധ ന്യൂട്രീഷൻ വാല്യൂ ഇല്ല. പൊറോട്ടയെക്കുറിച്ച് ഓരോരുത്തർക്കും തിരിച്ചറിവ് ലഭിച്ചുവെന്ന പ്രതീക്ഷയോടെ അടുത്ത ഇടവേളയിലേക്ക്. അത് കഴിഞ്ഞ് വാക്കൗട്ട്. പ്രോട്ടോകോൾ അനുസരിച്ച് അധ്യക്ഷ പ്രസംഗമാണ് വേണ്ടത്. അമിട്ട പൊട്ടി ബെപ്പട്ട പൊന്തി എന്തുട്ട ചെയ്യാക്കി പൊട്ട വന്നു എന്തുണ്ടാക്കടാവേ എന്തുട്ടത്